guys, welcome to my YouTube channel Copious Max. നമ്മൾ മെട്രിക്സ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തരാം. അതിലൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഒരു ഓവറോൾ സമ്മറി രീതിയിൽ അതിനെ പറയാം. ഈ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. ഇതിന് 3x3 ഓർഡറിൽ വരുന്ന സ്ക്വയർ സബ് മെട്രിക്സുകൾ ആരൊക്കെയാണ് വരിക? ഇതിന് 2 3x3 സ്ക്വയർ സബ് മെട്രിക്സ് ആണ് വരിക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്തില്ല. ശരിക്കും അങ്ങനെയല്ല, രണ്ടിൻ്റെയും ചെക്ക് ചെയ്യണം. രണ്ടിൻ്റെയും ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് 2x2 ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്നിൻ്റെ ഈക്വൽ ടു 0 അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റാങ്ക് 3 തന്നെ ആയേനെ. ഇത് ചെക്ക് ചെയ്തിട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഇതും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇതും ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അഥവാ ഇത് നോട്ട് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ റാങ്ക് 3 തന്നെ ആവുമായിരുന്നു. അത് പോസിബിൾ ആയിട്ടുള്ള 3x3 സബ് സ്ക്വയർ മെട്രിക്സുകൾ ഇത് രണ്ടാണ്. അപ്പം ഇനി 2x2 സബ് സ്ക്വയർ മെട്രിക്സുകൾ ചെക്ക് ചെയ്യുക. ഇത് രണ്ടും 0 ആയതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒന്ന് 0 അല്ലാണ്ടിരുന്നാൽ മതി ഇതിൻ്റെ റാങ്ക് 3 ആവാൻ. ഈ ഒരു മെട്രിക്സിന് ആദ്യത്തെ 3 റോ മാത്രം ഇതുവരെ എടുത്തിട്ട് ഒരു 3x3 മെട്രിക്സും ഈ മുകളിലത്തെ റോ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് താഴത്തെ ഈ 3 റോ മാത്രം എടുത്തിട്ട് ഒരു 3x3 മെട്രിക്സും കിട്ടി. പക്ഷേ 2x2 മെട്രിക്സുകൾ ഇത്ര ഉണ്ടായിരിക്കും. ആദ്യത്തെ ഈ 2 കൺസിഡർ ചെയ്താൽ പിന്നത്തെ ഈ 2 പിന്നത്തെ ഈ 2 അങ്ങനെ നമ്മൾ ഓരോ 4 പേർ വീതവും 2x2 മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും 2x2 സ്ക്വയർ സബ് മെട്രിക്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്യണം. നമുക്ക് ഈക്വൽ ടു 0 ആ ഒരു പ്രോബ്ലത്തിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ റാങ്ക് 2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല. ഈക്വൽ ടു 0 അല്ല കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇതിൻ്റെ റാങ്ക് 2 ആണെന്ന് എഴുതി. ഇവിടെ നമുക്ക് 4 × 0 -2 × 2 നമുക്ക് +4 കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ റാങ്ക് 2 ആണെന്ന് പറയാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അഥവാ ഇത് ഈക്വൽ ടു 0 കിട്ടിയെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്തിട്ട് 0 അല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റാങ്ക് 0 ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത 1 ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പ്രശ്നം വന്നിട്ടില്ല. കാരണം ഇത് 0 അല്ല കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ റാങ്ക് 2 തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ അടുത്ത് ചെയ്ത പ്രോബ്ലമാണ്. ഇതൊക്കെ സപ്ലിമെൻ്ററിയിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്തു. ഇതിലാകെ ഒരു 3x3 സ്ക്വയർ സബ് മെട്രിക്സേ കിട്ടുള്ളൂ. അത് ചെക്ക് ചെയ്തപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 കിട്ടി. അപ്പോൾ 2x2 ചെക്ക് ചെയ്തു. ഇതിന് 3x3നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. അത് ഈക്വൽ ടു 0 ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ പിന്നെ 2x2നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാത്രമാണ് യൂസ് ചെയ്തത്. -6 -6 ഈക്വൽ ടു 0 -6 + 6 0 എന്ന് കിട്ടി. നമ്മൾ നേരെ പിന്നെ 1/1 ചെക്ക് ചെയ്യുക ചെയ്തത്. ഇത് പെട്ടെന്ന് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 കിട്ടി. പെട്ടെന്ന് ഇതൊക്കെ നോക്കിയപ്പോൾ ഈക്വൽ ടു 0 കിട്ടിയപ്പോൾ ത്രൂ ഔട്ട് അങ്ങനെയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ 1ലേക്ക് കടന്നു. അങ്ങനെ റാങ്ക് 1 ആണെന്ന് എഴുതി. ഉത്തരം തെറ്റാണ്. ഇതിൻ്റെ റാങ്ക് 2 ആണ്. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് 1 എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് എന്താ വരിക? നമ്മൾ ഇതെടുത്ത് ചെയ്തപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടി. പെട്ടെന്ന് ചെക്ക് ചെയ്താൽ ഇതൊക്കെ 0 ആയിരുന്നു. സോ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാൻ പാടില്ല. ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. പക്ഷേ ഇതിൽ ഒരു സ്ക്വയർ സബ് മെട്രിക്സ് കിട്ടി. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ല. സോ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്ക്വയർ സബ് മെട്രിക്സ് എങ്കിലും കിട്ടണം 0 അല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ 2 ആയിട്ടുള്ള ഈ ഒരു സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലാണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്ത് തന്നെയാണ്? ഇതിൻ്റെ ഓർഡർ ആയിട്ടുള്ള 2 തന്നെയാണ്. ഇതൊക്കെ 0 ആയാലും പ്രശ്നമല്ല. ഈ ഒരൊറ്റ ആൾ 0 അല്ലാണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്തായി മാറി? 2 ആയി മാറി. സോ ആ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു തിരുത്തലുണ്ട്. അതുപോലെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ 0 അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നേരിട്ടിട്ട് അതിൻ്റെ ഓർഡർ നമ്മൾ റാങ്ക് ആയിട്ട് എഴുതും. 0 ആണെങ്കിൽ ബാക്കിയുള്ളത് കൂടി 0 ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത് റഫായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ സ്ക്വയർ സബ് മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ സബ് മെട്രിക്സുകൾ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ അറിയാലോ. ഇതിൽ സപ്ലിമെൻ്ററി പ്രോബ്ലംസിൽ 5 ആണിത്. സപ്ലിമെൻ്ററി പ്രോബ്ലത്തിൽ 9 ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന 2 പോയിന്റ്സ് ഇതാണ്. ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് എ ഓഫ് ഓർഡർ ആർ ഹൂസ് ഡിറ്റർമിനൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇഫ് ദ മെട്രിക്സ് എ കണ്ടെയ്ൻസ് എനി സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് ഓർഡർ r + 1 then the determinant of every square submatrix of A of order r + 1 should be 0. അതായത് നമുക്ക് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ റാങ്ക് ഇന്നതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു സ്ക്വയർ സബ് മെട്രിക്സിനെങ്കിലും ഡിറ്റർമിനൻറ്റിൽ 0 അല്ലാണ്ട് കിട്ടണം. അപ്പോൾ നമ്മളത് അല്ലാണ്ട് കിട്ടിയാൽ മാത്രമേ അത് ഈക്വൽ ടു റാങ്ക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഓർഡർ നമ്മളൊരു പ്രോബ്ലത്തിൽ അതിൻ്റെ റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം തെറ്റായിട്ട് 1 ആണെന്ന് എഴുതി. പക്ഷെ ആ 1 ആണെന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ 1 ആണ്. അതിലേറെ കൂടിയ ഓർഡർ ആയിട്ടുള്ള 2 എന്നുള്ളതിലെ എല്ലാ സ്ക്വയർ സബ് മെട്രിക്സുകളുടെയും ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 കിട്ടണം. എന്നാൽ മാത്രമേ അതിനെ റാങ്ക് ആയിട്ട് വിളിക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് അതിൽ ഒന്ന് എന്തല്ല ഈക്വൽ ടു 0 അല്ല. അടുത്തൊരു കാര്യം, ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് തന്നെയാണ് അതിൻ്റെ ഓർഡർ എന്നുണ്ടെങ്കിൽ, അതായത് r = n ആണെന്നുണ്ടെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്, അല്ലെങ്കിൽ അത് സിംഗുലർ ആണ്. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 കിട്ടിയാൽ
എന്താണ് നോൺ സിംഗുലാർ ആണ്. അതായത് 3/3 മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ റാങ്ക് 3 തന്നെ കിട്ടി എന്നുണ്ടെങ്കിൽ അത് നോൺ സിംഗുലാർ ആണ്. 3/3 മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ റാങ്ക് കിട്ടിയത് 2 ആണെന്നുണ്ടെങ്കിൽ എന്തല്ല, അത് നോൺ സിംഗുലാർ അല്ല, സിംഗുലാർ ആണ്. അടുത്തത് പറയുന്നത് നള്ളിറ്റി ഓഫ് ദ മെട്രിക്സ് 9 റോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ ആണ് n, നമുക്ക് അതിൻ്റെ കിട്ടിയ റാങ്ക് ആണ് റോ എ. അതായത് 3 ഓർഡറായി വരുന്നതിന് റാങ്ക് കിട്ടിയത് 2 ആണെങ്കിൽ 3 - 2 ആണ് അതിനെ നള്ളിറ്റി ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നള്ളിറ്റി ഒക്കെ കാണാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. പിന്നെ ഇതിൽ റീമാർക്ക് 1, റീമാർക്ക് 2, റീമാർക്ക് 3 എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസിലൊക്കെ ചോദിച്ചേക്കാം. അതിൽ മെട്രിക്സിൻ്റെ സ്ക്വയർ മൈനേഴ്സ് വാനിഷ് എന്ന് പറയുന്നത് =0, ഡിറ്റർമിനൻ്റ് മൈനർ എന്ന് പറഞ്ഞാൽ അത് =0 ആവുന്നേ അർത്ഥമേ ഉള്ളൂ. ഈ സെയിം കാര്യങ്ങൾ ഒന്നും കൂടി ലൈനായിട്ട് ഓരോ ലൈൻ അങ്ങോട്ട് കൂടി മാറ്റി മറിച്ച് പറഞ്ഞതാണ് അതൊക്കെ. സോ അതൊക്കെ ട്രൂ ഓർ ഫാൾസിൽ ചോദിക്കാം. അതുകൊണ്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ജനറലായിട്ട് പ്രോബ്ലത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്തായിരുന്നു. പ്രോബ്ലത്തിലും അതിൻ്റെ ജനറൽ ഫോം പ്രോബ്ലം ചെയ്തവർക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഇൻവേഴ്സ് ഓഫ് ആൻ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഒന്ന് വായിച്ച് നോക്കുക. അത് ജസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമ്മൾ ചെയ്തതിൻ്റെ ഇൻവേഴ്സ് മെത്തേഡിലേക്ക് തന്നെ എത്തും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു തിയറിയാണ്. ഇക്വിവാലന്റ് മെട്രിസസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. ഇക്വിവാലന്റ് മെട്രിസസ് ഞാൻ പറഞ്ഞു നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ റാങ്ക് മാറുന്നില്ല എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ ഫോം ഓഫ് എ മെട്രിക്സിലെത്തിയത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു m/n മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് ഈ ഫോമിലേക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത് നോർമൽ ഫോം. അതായത് നമുക്ക് ലാസ്റ്റ് ഒരു യൂണിറ്റ് മെട്രിക്സും ലാസ്റ്റ് നമുക്കൊരു യൂണിറ്റ് മെട്രിക്സും ചുറ്റുപാടും 0 ഒക്കെ ഉള്ള ഒരു ഫോമിലേക്ക് എത്തും. ഈ യൂണിറ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞിട്ട് നോർമൽ ഫോമിലേക്ക് മാറ്റുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിലൊരു പ്രോബ്ലം ചെയ്തായിരുന്നു എ അത് ഈക്വാലൻ്റ് ടു ദിസ് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. ഇതിൽ സ്വീപ്പ് ഔട്ട് ഓർ പൈവോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയോ? ഇതിലേതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ഇതിൽ പൈവോട്ടൽ മെത്തേഡ് അല്ലെങ്കിൽ ഇതിൽ പൈവോട്ടൽ മെത്തേഡ് ഓർ സ്വീപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും റോയോ കോളമോ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിക്കഴിഞ്ഞാൽ, അതായത് 0 ആയി മുഴുവനായിട്ട് എൻറ്റയർലി 0 ആയ ഇതിനെയും എൻറ്റയർലി 0 ആയ ഈ കോളത്തിനെയും എൻറ്റയർലി 0 ആയ ഈ കോളത്തിനെയും എൻറ്റയർലി 0 ആയ ഈ റോയെയും എൻറ്റയർലി 0 ആയ ഈ കോളത്തെയും എൻറ്റയർലി 0 ആയ ഈ കോളത്തെയും നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് സ്വീപ്പ് ഔട്ട് ഓർ പൈവോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്കപ്പോൾ എന്ത് കിട്ടും? ലാസ്റ്റ് ഒരു യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 I2 ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ റാങ്ക് ഇതിൻ്റെ റാങ്ക് 2 ആണെന്ന് പറഞ്ഞു. സോ ഇതാണ് സ്വീപ്പ് ഔട്ട് പൈവോട്ടൽ. ഇതൊക്കെ 1 മാർക്കിന് സ്വീപ്പ് ഔട്ട് പൈവോട്ടലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാൻ പറഞ്ഞാണ്. നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി അടുത്തൊരു ടോപ്പിക്ക് എലിമെൻ്ററി മെട്രിസസ് ആണ്. നമ്മൾ മുമ്പ് ഈക്വിവാലന്റ് മെട്രിസസ് പഠിച്ചു. അതല്ല ഇത്. ഈക്വിവാലന്റ് മെട്രിസസ് എന്തായിരുന്നു? നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി ഒരു മെട്രിക്സിനെ റാങ്ക് മാറാതെ മറ്റൊരു മെട്രിക്സ് ആക്കി മാറ്റിയിരുന്നു. അതല്ല ഇതെന്താണ്? ഇത് എലിമെൻ്ററി മെട്രിസസ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റ് മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സിനെയാണ് എലിമെൻ്ററി മെട്രിസസ് എന്ന് പറയുന്നത്. ഈക്വിവാലന്റ് മെട്രിസസ് എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി മാറ്റിയിട്ട് റാങ്ക് മാറാതെ മാറ്റുന്നതിന് ഈക്വിവാലന്റ് മെട്രിസസ് എന്ന് പറയും. എലിമെൻ്ററി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്? നമ്മളുടെ യൂണിറ്റ് മെട്രിക്സ് ആയിട്ടുള്ള ഈ 1 0 0 0 1 0 0 0 1ന് വല്ല എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷനും അപ്ലൈ ചെയ്തിട്ട് റിസൾട്ടൻറ്റ് മെട്രിക്സിനെയാണ് നമ്മൾ എലിമെൻ്ററി മെട്രിസസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ മെട്രിക്സിൻ്റെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഡിനോട്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതിലൊരു രീതി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആ രീതിയാണ് സിമ്പിൾ. മറ്റൊരു രീതിയിലും കൂടി നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. എൻ്റെ റോസിനെ ഞാൻ IJK എന്നൊരു പേര് വിളിച്ചു എന്ന് വിചാരിച്ചോ. ഈ IJ എന്ന് പറയുന്നത് എലിമെൻ്ററി മെട്രിസസിനാണ് ഈ പറയാ. എലിമെൻ്ററി മെട്രിസസിലെ ith റോയും jth റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ, ഇനിയിപ്പോൾ കോളത്തിനാണ് ഈ പേര് കൊടുക്കുന്നത് വെച്ചാൽ കോളം പറയാൻ, അപ്പോൾ റോക്കാണ് ഈ പേരുകൾ കൊടുത്തത്. അപ്പോൾ ith റോയും jth റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഒരു പേര് വരിക. ith റോ ഇൻ്റർചേഞ്ചസ് വിത്ത് jth റോ ആണെങ്കിൽ ഈ IJ എന്ന് എഴുതുമ്പോൾ അതിനെന്താ കിട്ടുക? ഇങ്ങനെ കിട്ടുമല്ലേ. ഇത് ഈ IJ എന്ന് പറയുന്നത് ഇതൊരു എലിമെൻ്ററി മെട്രിസസ് ആണ്. ഈ ഒരു യൂണിറ്റ് മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഇൻ്റർചേഞ്ചിങ് മെട്രിക്സ് എന്ന എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയതാണ് ഇത്. R1 ഇൻ്റർചേഞ്ചസ് R2നെ എങ്ങനെയും ഡിനോട്ട് ചെയ്യാം? R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ തിരിച്ചിട്ടത്. ഇവിടെ എഴുതാൻ കാരണം ഇത് എലിമെൻ്ററി മെട്രിസസിൻ്റെ നൊട്ടേഷനാണ്. ഈ IJ എന്ന് പറയുന്നത് എലിമെൻ്ററി മെട്രിക്സ് റിസൾട്ടഡ് ബൈ ദിസ് ഓപ്പറേഷൻ. ഈ IC എന്താ? നമ്മുടെ ith റോവിനെ ഒരു C എന്ന കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ IC എന്ന് പറയും. ഇവിടെ നടന്നത് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഇൻ്റർചേഞ്ചിങ് ഓഫ് റോസ്. നമുക്കിത് അതേപോലെ ഇൻ്റർചേഞ്ചിങ് ഓഫ് കോളത്തിലും അപ്ലൈ ചെയ്യാം. ഇവിടെ നടന്നത് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലൈയിങ് എ റോ ഓർ കോളം ത്രൂ ഔട്ട് ബൈ എ കോൺസ്റ്റൻറ്റ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി?
C00010001 ഈ IC ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ ഒരു രീതിയിലും നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ R1 ചേഞ്ചസ് ടു 1/k R1 നമ്മൾ ത്രൂ ഔട്ട് ഒരു സംഭവമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഒക്കെ ആക്കിയിരുന്നില്ലേ. അപ്പോൾ R1 ചേഞ്ചസ് ടു 1/k R1 എങ്ങനെ എഴുതാം? R1 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 1/k എന്നിട്ടാലും ഈ 1 എന്ന റോ ഒരു 1/k എന്ന കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ എഴുതിയ പോലെ ഈ EIJ × K അർത്ഥം എന്താണെന്ന് അറിയോ? ഇവിടെ EICൻ്റെ അർത്ഥം എന്തായിരുന്നു? C എന്ന കോൺസ്റ്റൻറ്റ് I എന്ന റോവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ K എന്ന കോൺസ്റ്റൻറ്റ് J എന്ന റോവുമായി മൾട്ടിപ്ലൈ ചെയ്ത ശേഷം Iനോട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ EIJ എന്ന് പറഞ്ഞാൽ K എന്ന കോൺസ്റ്റൻറ്റ് J എന്ന ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം Iയുമായിട്ട് ആഡ് ചെയ്തുക. നമ്മൾ മുമ്പ് എഴുതിയിരുന്നില്ലേ R2 ചേഞ്ചസ് ടു R2 + 2R1 എന്നൊക്കെ ചെയ്തിരുന്നില്ലേ? അതിനെ എങ്ങനെയും നോട്ട് ചെയ്യാം? R21 ബ്രാക്കറ്റിൽ 2, അതായത് ഈ 2നെ ആരുമായി മൾട്ടിപ്ലൈ ചെയ്യും? 1ഉമായിട്ട്. ഈ 2നെ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ ഇതിന് വല്ല ചേഞ്ചും സംഭവിക്കുമോ? ഇല്ല. അത് നമ്മളുടെ ഇതിനെ മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു കാൽക്കുലേഷനിൽ ചെയ്യുന്നതാണ്. R1ന് ഒരു മാറ്റം സംഭവിക്കില്ല. അതുപോലെ ഇവിടെ നമ്മൾ ഫസ്റ്റ് റോക്ക് ഒരു മാറ്റം സംഭവിക്കില്ല. ഫസ്റ്റ് എഴുതി ഇയാൾ മാത്രമേ മാറുന്നുള്ളൂ. ഇയാളെ പ്ലസ് ഇതുമായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇയാളെ പ്ലസ് ഇതുമായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഇയാളെ പ്ലസ് ഇതുമായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത്, അതുപോലെ ഇതെങ്ങനെ പറയാം? I + Jയുമായി K മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മുടെ I മാത്രമേ മാറുന്നുള്ളൂ. സോ നമുക്ക് I മാത്രം വിട്ട് വെച്ചിട്ട് ബാക്കി രണ്ടെണ്ണം Jക്കും Kക്കും മാറ്റുന്നില്ല. അത് എഴുതാം. ഇതിന് എങ്ങനെ വരും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണോ നോക്കേണ്ടതല്ല, ഇത് ആൾറെഡി ട്രാൻസ്ഫോം ചെയ്ത് വെച്ചതാണ്. ഇതല്ല, ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എഴുതുന്നത്. ഒറിജിനൽ ഇക്വേഷൻ ഇതാണ്. സോ നമ്മൾ ഇതിൽ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇത് നോക്കിയിട്ടല്ല, ഇത് നമ്മൾ വേറൊരു സംഭവം പറഞ്ഞതാണ്. അപ്പോൾ 1 + 0 × K എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. 0 + 1 × K എന്ത് കിട്ടും? K കിട്ടും. 0 + 0 × K എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റിസൾട്ടൻ്റ് കിട്ടുക. ഇനി EIJK ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എന്തിനായിരുന്നു പറഞ്ഞിരുന്നത്? ഈ മുകളിൽ ഡാഷ് ഇടുന്നത് നമ്മൾ ഇതിൻ്റെ റോയൊക്കെ ഇതിൻ്റെ കോളം ആവും, ഇതിൻ്റെ കോളംസ് ഒക്കെ ഇതിൻ്റെ റോ ആവും. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന് റോ വൈസാണ് നോക്കുന്നത് വെച്ചാൽ 1K0 ഇതിൻ്റെ ആരാവും? ഇതിൻ്റെ റോയാണ്. 1K0 എന്ന റോ ഇതിൻ്റെ കോളാവും. അപ്പോൾ നമ്മൾ കോളത്തിൽ 1K0 എന്ന് എഴുതുക. 0 1 0 ഇതിൻ്റെ കോളായി. 0 1 0 അടുത്ത റോ നോക്കുക. ഇനി അടുത്ത റോ നോക്കിയിട്ട് ഇതിൻ്റെ കോളാക്കി എഴുതുക. 0 0 1 0 0 1 അത്രയേ ഉള്ളൂ. ട്രാൻസ്പോസ് എഴുതാൻ സിമ്പിളാണ്. ഇതിൻ്റെ റോ നോക്കുക, എന്നിട്ട് ഇതിൻ്റെ കോളാക്കി എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്പോസായി. ഇതതിൻ്റെ ജനറൽ റിലേഷനാണ്. ഇങ്ങനെ അവർ EIJ EIC എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് IJK ഇത് വെച്ചിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. അത് 1 2 ഒക്കെ വെച്ചിട്ട് അവരൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. ഇതിനെ I3 എന്ന് വിളിക്കാൻ കാരണം എന്താ? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് I3. എന്തുകൊണ്ടാണ് അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്? നമ്മളിപ്പോൾ നമ്പേഴ്സിനെ 3 × 1 ചെയ്താൽ നമുക്ക് 3 തന്നെ കിട്ടും. അതുപോലെ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം നമ്പർ കിട്ടും. അതുപോലെ മെട്രിക്സിൻ്റെ കാര്യം എടുത്താൽ A × യൂണിറ്റ് മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, യൂണിറ്റ് മെട്രിക്സിനെ നമ്മൾ I പറയാം, നമുക്ക് കിട്ടുന്നത് A തന്നെ ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് മെട്രിക്സ് ആണ് I. അപ്പോൾ ഇതേ ഇൻറ്റു നമ്മൾ യൂണിറ്റ് മെട്രിക്സാണ് ചെയ്യിച്ചാൽ നമുക്ക് സെയിം മെട്രിക്സ് ആണ് കിട്ടുക. ഈ 1ൻ്റെ അതേ ഫംഗ്ഷനാണ് നമ്മുടെ ഈ യൂണിറ്റ് മെട്രിക്സിന് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ Iനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട്, നമ്മൾ 1നെ ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്ന പോലെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഇയാൾ. അപ്പോൾ ഇയാൾ ഓർഡർ 3 ആണെങ്കിൽ ഇത്രയും വരും. ഓർഡർ 2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓർഡർ 4 ആണെങ്കിൽ നിങ്ങൾക്കറിയാം. ഇതിൽ ഈ 1 2ൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല കേട്ടോ, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ 3K എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് റോയുമായി K എന്ന കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ അതുപോലെ അടുത്തൊരു ഓപ്പറേഷൻ. ഇതിൻ്റെ മീനിങ് എന്താ? ആരവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? 2 3K എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റോയെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ + K × തേർഡ് റോ അല്ലേ? നമ്മൾ ആ ഒരു ഫംഗ്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഒന്നും കണ്ടിന്യൂഷൻ അല്ല, ഇതിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഫസ്റ്റ് റോയും തേർഡ് റോയും അതുപോലെ എഴുതി. ഇനി സെക്കൻഡ് റോ എങ്ങനെയാണ് മാറുന്നത്? സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ + തേർഡ് റോ × K. So 0 + 0 × K 0, 1 + 0 × K 1, 0 + 1 × K K. ഈ 2 3K ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ 2 3K ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റോയൊക്കെ ഇതിലെ കോളംസ് ആവും. എങ്ങനെ? 1 0 0 ഇതിലെ റോ എടുത്തിട്ട് ഇതിലെ കോളാക്കി എഴുതുക.
0 1k ഇതിലെ റോ എടുത്തിട്ട് 0 1k ഇതിലെ കോളാക്കി എഴുതുക. 0 0 1 ഇതിലെ റോ എടുത്തിട്ട് 0 0 1 ഇതിലെ കോളാക്കി എഴുതുക. അപ്പോൾ ട്രാൻസ്പോസ് ആയി. അത്രയേ ഉള്ളൂ. ഇത് തന്നെ ആയിരിക്കും നമ്മൾ ഈ 3 2k കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ തേർഡ് റോ ചേഞ്ചസ് ടു തേർഡ് റോ പ്ലസ് k ഇൻറ്റു സെക്കൻഡ് റോ എന്ന് ചെയ്ത് കഴിഞ്ഞാലും സെയിം ഇതാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞി തിയറി അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എലിമെൻ്ററി മെട്രിക്സസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടുള്ള ഐ മെട്രിക്സിന് വല്ല എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷനും നടത്തി കിട്ടുന്ന മെട്രിക്സിനെയാണ് എലിമെൻ്ററി മെട്രിക്സസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷനും എലിമെൻ്ററി മെട്രിക്സും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. നമ്മൾ എ എന്നൊരു മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മൾ നോർമൽ ഫോമിലേക്ക് എത്തിച്ചു. അത് നമ്മൾ മുമ്പ് പഠിച്ചത്. അതുപോലെ നമ്മൾ എ എന്നൊരു മെട്രിക്സിന് നമുക്ക് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി സെയിം റാങ്കുള്ള ബി എന്നൊരു മെട്രിക്സ് ആക്കാം. രണ്ട് മെട്രിക്സ് ആണ്, പക്ഷെ അവരുടെ റാങ്ക് മാറില്ല. അതാണ് നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അതിനാണ് ഉപയോഗിക്കുന്നത്. സോ എ എന്നൊരു മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ബി എന്നൊരു മെട്രിക്സ് ആക്കാൻ സാധിക്കും. ഇതിന് പകരമായി എ എന്നൊരു മെട്രിക്സിനെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ബി എന്ന സെയിം റാങ്കുള്ള ബി എന്നൊരു മെട്രിക്സ് ആക്കുന്നതിന് പകരം ഐ എന്ന യൂണിറ്റ് മെട്രിക്സിന് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ അതിന് നമുക്ക് എന്താക്കാം? എലിമെൻ്ററി മെട്രിക്സ് ആക്കാം. അപ്പോൾ ഈ സെയിം എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് മെട്രിക്സിന് അപ്ലൈ ചെയ്താൽ എലിമെൻ്ററി മെട്രിക്സ് ആവും. അതിനെ നമ്മുടെ എയുമായി മൾട്ടിപ്ലൈ ചെയ്താൽ ബി ആക്കാം. കുറച്ചും കൂടി ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് മെട്രിക്സ് ഐ എന്ന യൂണിറ്റ് മെട്രിക്സിന് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷനിൽ തന്നെ രണ്ട് വിധമുണ്ട്. എന്തുണ്ട്? റോ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, കോളം ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. നമ്മൾ R ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തിരുന്നു, C ഉപയോഗിച്ചിട്ടും ട്രാൻസ്ഫോം ചെയ്തിരുന്നു. അതിനപ്പം രണ്ടായിട്ടൊന്ന് തരംതിരിക്കുക. എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷന് റോനെ വേറെ കോളത്തിനെ വേറെ രണ്ടായി തരംതിരിച്ചു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് മെട്രിക്സിൽ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ IM എന്നും കോളം ട്രാൻസ്ഫോർമേഷൻ മാത്രം ചെയ്ത് കിട്ടുന്ന IN എന്നും വിളിച്ചു. നമ്മളിപ്പോൾ n/n മെട്രിക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് n എന്നല്ലേ ഡിനോട്ട് ചെയ്തിരുന്നത്. സോ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടുന്ന എലിമെൻ്ററി മെട്രിക്സിനെ IM എന്നും, ഇത് ഇപ്പോൾ യൂണിറ്റ് മെട്രിക്സ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും എലിമെൻ്ററി മെട്രിക്സ് ആയി, ഇതിനെ IN എന്നും വിളിച്ചു, കോളത്തിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഒരു എ എന്നൊരു മെട്രിക്സിൽ അപ്ലൈ ചെയ്യുന്നതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ പോലെയല്ല. നമ്മൾ സാധാരണ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 തന്നെയാണ് 2 × 3 ചെയ്താലും കിട്ടുക. അതായത് ഇവ രണ്ടിൻ്റെ ഓർഡർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ നമ്മൾ 3 × 2 ചെയ്താലും 2 × 3 ആയാലും നോർമൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷേ നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് മെട്രിക്സ് A × B ചെയ്താൽ കിട്ടുന്നതല്ല നമ്മൾ മെട്രിക്സ് B × A ചെയ്താൽ കിട്ടുക. ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്ലിക്കേഷനിൽ. ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ A എന്നൊരു മെട്രിക്സിൽ റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിന് തുല്യമാണ് A എന്നൊരു മെട്രിക്സിന് മുമ്പ് I എന്നൊരു യൂണിറ്റ് മെട്രിക്സിൽ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ എലിമെൻ്ററി മെട്രിക്സുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ A എന്ന മെട്രിക്സിൽ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ എന്ത് കിട്ടുമോ അത് തന്നെയായിരിക്കും IM എന്ന എലിമെൻ്ററി മെട്രിക്സ് എനോട് മൾട്ടിപ്ലൈ ചെയ്താൽ. A എന്നൊരു മെട്രിക്സിൽ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് B എന്നൊരു മെട്രിക്സ് കിട്ടുന്നത് പോലെ തന്നെയാണ് യൂണിറ്റ് മെട്രിക്സ് ആയ I എന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിൽ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടിയ IMുമായിട്ട് എനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ബിയിലേക്ക് തന്നെ എത്തും. എയിൽ അപ്ലൈ ചെയ്യുന്ന റോ ട്രാൻസ്ഫോർമേഷൻ ബിയിലേക്ക് എത്തിക്കും എന്നുണ്ടെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള എലിമെൻ്ററി മെട്രിക്സിനെ എയുമായി മൾട്ടിപ്ലൈ ചെയ്താൽ ബിയിലെത്തും. അത് നമുക്ക് എന്താണ്? പ്രീ മൾട്ടിപ്ലിക്കേഷൻ എന്ന ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എവരി റോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ m/n മെട്രിക്സ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് പ്രീ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് കറസ്പോണ്ടിങ് എലിമെൻ്ററി മെട്രിക്സ്. അതായത് ഇതാണ് നമ്മുടെ എലിമെൻ്ററി മെട്രിക്സ്. ആ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള എലിമെൻ്ററി മെട്രിക്സ് പ്രീ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ മുമ്പ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ്. നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് ആ വഴി ചെയ്യാം. അതുപോലെ എ എന്നൊരു മെട്രിക്സിൽ നമുക്ക് വല്ല കോളം ട്രാൻസ്ഫോർമേഷനും ചെയ്ത് ബി ആക്കണം എന്നുണ്ടെങ്കിൽ എ എന്ന മെട്രിക്സിനെ നമ്മൾ ആൾറെഡി ആ പറഞ്ഞ കോളം ട്രാൻസ്ഫോർമേഷൻ I എന്ന യൂണിറ്റ് മെട്രിക്സുമായിട്ട് ചെയ്ത് ഒരു എലിമെൻ്ററി മെട്രിക്സസ് ഉണ്ടാക്കി വെച്ചതാണ് ഈ IN. ആ INനെ എക്ക് ശേഷം വരുന്ന രീതിയിൽ IN രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും ബിയിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ മേലെ നേരിട്ടിട്ട് കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് ബി ആക്കുന്നതിന് പകരം ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ മുകളിൽ ആ ഒരു കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ എലിമെൻ്ററി മെട്രിക്സുമായി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും ബിയിലേക്ക് എത്തും. അതിനാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് വെരി എലിമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ m/n മെട്രിക്സ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദ കറസ്പോണ്ടിങ് എലിമെൻ്ററി മെട്രിക്സ്. പ്രീ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ മുമ്പ് അത് എഴുതിയെടുത്താൽ റോ ട്രാൻസ്ഫോർമേഷൻ. കോളം ട്രാൻസ്ഫോർമേഷന് വേണമെങ്കിൽ ഈ എലിമെൻ്ററി മെട്രിക്സ് അതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യണം. പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, പ്രീ മൾട്ടിപ്ലിക്കേഷൻ. റോ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും പിന്നിലും കോളം ട്രാൻസ്ഫോർമേഷൻ
ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും ശേഷവും എലമെൻ്ററി മെട്രിക്സ് എന്താണെന്ന് അറിയാം, യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നേരിട്ട് എൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം റിസൾട്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ വളഞ്ഞ് മൂക്ക് പിടിക്കണതിനെ നേരിട്ട് റൺ ചെയ്താൽ പോരെ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചില സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിയറി മാത്രമാണിത്. ഈ എ എന്നൊരു മെട്രിക്സിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ ഫസ്റ്റ് റോയും തേർഡ് റോയും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ R1 ഇൻ്റർചേഞ്ചസ് R3 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ രീതിയിൽ എഴുതുകയാണെങ്കിൽ E13 ഫസ്റ്റ് ഇൻ്റർചേഞ്ചസ് വിത്ത് തേർഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, ഈ ഫസ്റ്റ് റോയും തേർഡ് റോയും സിമിലർ ആട്ടോ, ആകെ -1 ഉം 1 ഉം മാത്രമേ മാറ്റമുള്ളൂ. സോ പെട്ടെന്ന് നോക്കിയാൽ ചേഞ്ച് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാം. ഇതിന് പകരം നമ്മൾ E13A ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എലമെൻ്ററി മെട്രിക്സസ് ആയിട്ടുള്ള ഈ ഒരു സാധനം, ഇത് എലമെൻ്ററി മെട്രിക്സ് അല്ല കേട്ടോ, ഈ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ R13 എന്ന് ഡിനോട്ട് ചെയ്യാം. റോ 1ഉം റോ 3ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന്. E13 എന്ന് പറയുന്നത് എലമെൻ്ററി മെട്രിക്സ് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എലമെൻ്ററി മെട്രിക്സ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എലമെൻ്ററി മെട്രിക്സ് ആരാ, നമ്മളെ യൂണിറ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും തേർഡ് റോയും ഇൻ്റർചേഞ്ച് ചെയ്തുള്ള എലമെൻ്ററി മെട്രിക്സ് ഇൻറ്റു നമ്മുടെ A ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിലേക്കാണ് ഈ എത്തുക. ആ ടെക്സ്റ്റിൽ ചെറുതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ ആ ചേഞ്ച് ഒന്നും നോക്കിയിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, ഈ 1 - 1 മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ. സോ എന്ത് ചേഞ്ചാണ് വന്നതെന്നൊക്കെ നോക്കിയിട്ടിരിക്കും. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/4 ആണ്. അതായത് 3 റോയും 4 കോളം. ഈ പ്രോബ്ലത്തിൽ 3 റോയും 4 കോളം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ E13 എടുത്തപ്പോൾ റോൻ്റെ എണ്ണം എത്രയാണ്, 3 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തെടുത്തത്, 3 I3 എടുത്തത്. I3 എടുത്തിട്ടാണ് നമ്മൾ E13 അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കോളത്തിൻ്റെ എണ്ണം നോക്കേണ്ടത്. 4 ആണ് കോളത്തിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആരായിരിക്കണം, I3 അല്ല I4 ആയിരിക്കണം. നമുക്ക് ഈ ഒരു എനെ സാധാരണ മുമ്പ് ചെയ്തിരുന്ന പോലെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. C1 ചേഞ്ചസ് ടു C1 + 2C3 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, C1 ആണ് മാറുന്നത്. സോ C1 പിന്നെ കൂടെയുള്ള C3 × 2 ടൈംസ്, അതായത് കോളം 3നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇങ്ങനെ ഡിനോട്ട് ചെയ്താലും ഇങ്ങനെ ഡിനോട്ട് ചെയ്താലും സെയിം ആണ്. ഇതിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും, ഇതാണ് C1, ഇതാണ് C3. സോ രണ്ട് പേരിൽ ഇവിടെ വെച്ചിട്ട് 1 + -2 = -1, അതുപോലെ 2 + -4 = -2, 1 + 2 = 3 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ A = ഇതാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ A × E13-2 എന്ന് പറയുന്നത് കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ Aൻ്റെ പോസ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രീ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എലമെൻ്ററി മെട്രിക്സ് കണ്ടുപിടിക്കണം. ഈ ഒരു എലമെൻ്ററി മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ E132 എന്ന് പറയുന്നത് സാധാ നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് എടുത്തിട്ട് അതിൽ ഇത് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കോളം ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് സൈഡിൽ വന്നത്. ഫസ്റ്റ് കോളാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. തേർഡ് കോളം × 2 + ഫസ്റ്റ് കോളം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തേർഡ് കോളം 0 × 2 + 1 1, 0 × 2 + 0 0, 1 × 2 + 0 2, പിന്നെ അതുപോലെ 0 × 2 + 0 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒരു പ്രോബ്ലത്തിൽ അവർ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടില്ല. അതായത് E132 ആയിട്ട് തന്നെയാണ് നേരിട്ട് ടെക്സ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ ഇത് എഴുതിയത് ഒന്നല്ലെങ്കിൽ അവർ ഇവിടെ ഡാഷ് അറിയാതെ ഇട്ടു, അല്ലെങ്കിൽ അവർ ഇവിടെ അത് എഴുതാൻ മറന്നുപോയി. സോ നമ്മൾ എന്തായാലും ട്രാൻസ്പോസ് എടുക്കേണ്ട കാര്യമല്ല. ട്രാൻസ്പോസ് എടുത്തിട്ടല്ല ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡാഷ് അങ്ങോട്ട് മായ്ച്ചു കൊടുത്താൽ മതി. നേരെ E132 നേരിട്ടിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്തത്. സോ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ E132 ആണ് ഇത്. എലമെൻ്ററി മെട്രിക്സ് ആണ്. നമ്മുടെ യൂണിറ്റ് മെട്രിക്സിൻ്റെ കൂടെ ഈ ഒരു എലമെൻ്ററി ഓപ്പറേഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു എലമെൻ്ററി മെട്രിക്സ് കിട്ടിയിട്ടുള്ളത്. ഈ ഡാഷ്, ഈ ട്രാൻസ്പോസ് കാണുന്ന ട്രാൻസ്ഫോർമേഷൻ അവർ ചെയ്തിട്ടില്ല. നേരിട്ടിട്ട് ചെയ്യാതെ തന്നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. സോ നമുക്കും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ആ ഡാഷ് അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞാൽ മതി. ഒരു എയിൽ ഇത് അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും, അത് ആ ഒരു സെയിം രീതിയിലായിരിക്കും E132 A മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ വരിക. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് തന്നെയാണ് ഇതിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താലും ഈ ആൻസറിലേക്കാണ് എത്തുക. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഒരു ആൻസറിലേക്ക് എത്തുക. ഇനി മൾട്ടിപ്ലിക്കേഷൻ മറന്നവർ പേടിക്കാണ്ട, നമുക്ക് മറ്റേതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ മൾട്ടിപ്ലിക്കേഷൻ പറയാം. അപ്പോൾ നമ്മൾ ഈക്വിവാലന്റ് മെട്രിസസ് ആൻഡ് എലമെൻ്ററി മെട്രിസസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ എന്താ പറയുക, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എലമെൻ്ററി മെട്രിസസ് ആണ്. ഈക്വിവാലന്റ് മെട്രിസസ് എന്തായിരുന്നു, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മെട്രിക്സുകൾ റാങ്ക് സെയിം ആയിരിക്കുന്ന രീതിയിലുള്ള മെട്രിക്സ് ആയിരുന്നു ഈക്വിവാലന്റ് മെട്രിക്സ്.
എലമെൻ്ററി മെട്രിക്സ് എന്താണ്? നമ്മുടെ യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ എന്തെങ്കിലും എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ അത് എലമെൻ്ററി മെട്രിക്സസ് ആയി. നമ്മൾ എ എന്നൊരു മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ, കുറേ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴിയായിരുന്നു നോർമൽ ഫോം ആയിട്ടുള്ള ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചിരുന്നത്. ആ ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനിൽ റോ ട്രാൻസ്ഫോർമേഷനും ഉണ്ടായിരുന്നു, കോളം ട്രാൻസ്ഫോർമേഷനും ഉണ്ടായിരുന്നു. രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അതിനെ നോർമൽ ഫോമിലേക്ക് എത്തിച്ചത്. നമ്മൾ ഇതിൽ ഈ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം എടുത്തിട്ട് ഐ എന്നൊരു യൂണിറ്റ് മെട്രിക്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം എടുത്തതിന് നേരത്തെ നമ്മൾ ഐ എം എന്ന് വിളിച്ചു, ഇപ്പം ഞാൻ അതിനെ പി എന്നൊരു പേര് വിളിക്കുകയാണ്. അതുപോലെ ഐ എന്നൊരു യൂണിറ്റ് മെട്രിക്സ് എടുത്തിട്ട് ഇതിലെ കോളം ട്രാൻസ്ഫോർമേഷൻസ് മാത്രം എടുത്തിട്ട് എഴുതിയാൽ അതിന് ഞാൻ ഐ എൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവിടെ ക്യൂ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതിലെ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം എടുത്തിട്ട് യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പി എന്നൊരു എലമെൻ്ററി മെട്രിക്സ് കിട്ടും. യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി കിട്ടുന്ന മെട്രിക്സ് ആണല്ലോ എലമെൻ്ററി മെട്രിക്സ്. അപ്പോൾ എനിക്ക് ഇവിടെ പി എന്നൊരു എലമെൻ്ററി മെട്രിക്സും കിട്ടും, ക്യൂ എന്നൊരു എലമെൻ്ററി മെട്രിക്സും കിട്ടും. അടുത്ത ഐ എൻ എന്ന് എഴുതിയത് ഇവിടെ പി ക്യൂ എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ഈ നോർമൽ ഫോമിലേക്ക് എത്തി എന്നുള്ളത് എങ്ങനെയും പറയാം. പി എ ക്യൂ ഈക്വൽ ടു IR00, അതായത് ഇത് നമ്മുടെ നോർമൽ ഫോം. എൻ്റെ ഇപ്പുറത്തെ ഈ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള ഈ എലമെൻ്ററി മെട്രിക്സിനെ ഞാൻ പ്രീ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയുമായിട്ട് ഇത് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പോലെ ആയി. ക്യൂ എന്ന ഈ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടിയ എലമെൻ്ററി മെട്രിക്സിനെ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ, എക്ക് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് നമ്മൾ എൻ്റെ മുകളിൽ ഈ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പോലെയൊക്കെ ആയി. ഇപ്പോൾ എൻ്റെ മുകളിൽ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പോലെ ഈ പി എ ആയിക്കോളും, എൻ്റെ മുകളിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പോലെ ഈ എ ക്യൂ ആയിക്കോളും. അപ്പോൾ രണ്ട് എലമെൻ്ററി മെട്രിക്സസിൻ്റെ പിയും ക്യൂവും. റോ ആണെങ്കിൽ പ്രീ ആയിട്ട് എൻ്റെ അപ്പുറത്ത് ഇട്ട് കൊടുക്കണം, കോളാണെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ സൈഡിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ പി എ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ മുകളിൽ എന്തൊക്കെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്തോ അത് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോമാണ് പി എ ക്യൂ. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും സെപ്പറേറ്റ് രണ്ട് എലമെൻ്ററി മെട്രിക്സസ് ആയിട്ട് ഇതിനെ സൂചിപ്പിക്കാം. പി എന്നൊരു എലമെൻ്ററി മെട്രിക്സ് ആയിട്ടും ക്യൂ എന്നൊരു എലമെൻ്ററി മെട്രിക്സ് ആയിട്ടും സൂചിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഐ എന്ന യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ റോ ട്രാൻസ്ഫോർമേഷൻസ് കുറേ എണ്ണം നടത്തി കിട്ടിയ ഈ പി എന്നൊരു മെട്രിക്സിൻ്റെ സംഭവം നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഐ എന്ന യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ കുറേ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടിയ ക്യൂ എന്ന ഈ ഒരു എലമെൻ്ററി മെട്രിക്സിനെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പി എ ക്യൂ ഈക്വൽ ടു ഈ ഒരു ഫോമാണ്. അതായത് മൊത്തത്തിൽ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ നമ്മൾ ഈ ഒരു നോർമൽ ഫോമിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എ തന്നു കഴിഞ്ഞാൽ ഈ പിയും ക്യൂവും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ പി എ ക്യൂ എന്ന് പറയുന്നത് എയിൽ കംപ്ലീറ്റ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന് തുല്യമാണ്. എ തന്നു കഴിഞ്ഞാൽ പിയും ക്യൂവും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്തത് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഈ ഒരു പ്രോബ്ലം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം എലമെൻ്ററി മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ കുറേ നൊട്ടേഷൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് സെക്ഷനിൽ അറിയിക്കുക. നമുക്കിതിൽ ഒരുപാട് തിയറീസും തിയറം പ്രൂഫ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പറയാനിരുന്നാൽ സമയം പോകുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗം പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലംസ് എല്ലാതും ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം, ഫോർ ദ ഫോളോയിങ് മെട്രിസസ് ഫൈൻഡ് നോൺ സിംഗുലാർ മെട്രിസസ് പി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് പി എ ക്യൂ ഇസ് ഇൻ ദ നോർമൽ ഫോം. അപ്പോൾ പി എ ക്യൂ ആണ് നമ്മുടെ നോർമൽ ഫോം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിയും ക്യൂവും ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പിയും ക്യൂവും കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ഓർഡർ നോക്കുക. ഇതെത്രയാണ്? 3 റോയും 3 കോളം, ഒരു 3x3 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് I3 ആണ്. യൂണിറ്റ് മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർഡർ 3 ആയിട്ടുള്ളത് ഇവിടെ എഴുതണം. അതുപോലെ കോളത്തിൻ്റെ എണ്ണം നോക്കുക, 3 ആണ് കോളത്തിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ആരെയാണ്? I3 ആണ്. യൂണിറ്റ് മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർഡർ 3 ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് I3A I3 എന്നൊരു ഫോമാണ് കിട്ടിയത് അല്ലേ? അതായത് ഇതും I3 ആണ്, ഇതും I3 ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ A ഇൻറ്റു I3 ഇൻറ്റു A I3 എന്ന് എഴുതാൻ സാധിച്ചത്? ഞാൻ പറഞ്ഞു I എന്ന് പറയുന്ന ആരാ? ഐഡൻറ്റിറ്റി ആണ്. അതായത് എനി മെട്രിക്സ് ഇൻറ്റു നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം മെട്രിക്സ് ആണ് കിട്ടുക. അതിപ്പോൾ നമ്മൾ 3 ഇൻറ്റു 1 സ്ക്വയർ, അതായത് 3 ഇൻറ്റു 1 ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് 3 എന്നല്ലേ കിട്ടുക. അതുപോലെ A ഇൻറ്റു I സ്ക്വയർ, അതായത് I ഇൻറ്റു I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A തന്നെയാണ് കിട്ടുക. സോ നമുക്ക് A ഇസ് ഈക്വൽ ടു ഇങ്ങനെ എൻ്റെ ഇപ്പുറത്തും ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എൻ്റെ ഇപ്പുറത്തും ഒരു ഇൻറ്റു 1ന് പകരം മെട്രിക്സിൽ നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് ആണ്. എൻ്റെ ഇപ്പുറത്തും നമ്മൾ ഇൻറ്റു 1 ചെയ്തതിന് പകരം നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് ഇട്ടെടുത്തു. നമ്മൾ പിയും ക്യൂവും ലാസ്റ്റ് എൻ്റെ അപ്പുറമല്ലേ വരുന്നത്. പിയും ക്യൂവും ശരിക്കും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ യൂണിറ്റ് മെട്രിക്സിൻ്റെ മുകളിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടാണ് നമുക്ക് പിയും ക്യൂവും കിട്ടുന്നത്. ഇപ്പോൾ ഇത് തിരിച്ചെഴുതിയ പി എ ക്യൂ ഈക്വൽ ടു
IR00. അതായത് ഇതിപ്പോൾ പിയും ക്യൂവും അല്ല. യൂണിറ്റ് മെട്രിക്സുകളുടെ മുകളിൽ കുറേ റോ ട്രാൻസ്ഫോർമേഷനും കുറേ കോളം ട്രാൻസ്ഫോർമേഷനും നടന്നു കഴിഞ്ഞിട്ടാണ് പിയും ക്യൂവുമായി മാറുന്നത്. ഇപ്പോൾ ഇത് രണ്ടും ഓരോ യൂണിറ്റ് മെട്രിക്സ് ആണ്. I3 മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിപ്പോൾ എ മാത്രമാണ്. എ എന്താക്കണം? ഇതിൻ്റെ നോർമൽ ഫോമിലേക്ക് എത്തിക്കണം. നമ്മൾ ഇതിന് മുമ്പ് എനെ നോർമൽ ഫോമിലേക്ക് ആക്കിയാലോ, അതുപോലെ ഈ എനെ നോർമൽ ഫോമിലേക്ക് ആക്കുന്നതോടുകൂടി അതേ സംഭവങ്ങൾ ഇതിനെ രണ്ടിനെ എഫക്റ്റ് ചെയ്ത് ഇത് രണ്ടും പിയും ക്യൂവും ആയിക്കോളും. അപ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? ഇത് രണ്ടും ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ എനെ നമ്മൾ നോർമൽ ഫോമിലേക്ക് ആക്കാൻ എന്ത് സ്റ്റെപ്പ് ചെയ്യുമോ ആ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും അതിൻ്റെ എഫക്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഇത് പിയിലും ക്യൂവിലും എത്തിക്കോളും. അപ്പം എ ഈ IR00 എന്ന ഫോമിലേക്ക് മാറിയ ഉടനെ നമുക്ക് മനസ്സിലാക്കാം പി ആരാ ക്യൂ ആരാ എന്നുള്ളത്. സോ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? എനെ അതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റാം. ഇതിനെ നോർമൽ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഈ 1 ഉള്ളത് ആൾറെഡി 1 ആണ്. സോ 100 നമ്മൾ ഇവിടുത്തെ 1നെ ഇനി ഒന്നും മാറ്റാനില്ല, ആൾറെഡി 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇതിലെ കറസ്പോണ്ടിങ് കോളത്തിൽ ബാക്കി ടേംസ് ഒക്കെ 0 ആവണം. ഇതിലെ കറസ്പോണ്ടിങ് റോയിലെ ബാക്കി ടേംസ് ഒക്കെ 0 ആക്കണം. ഇതിനെ ഏത് വേണമെങ്കിലും ഫസ്റ്റ് 0 ആക്കാവുന്നതാണ്. ടെക്സ്റ്റിൽ ആദ്യം അവർ കറസ്പോണ്ടിങ് റോയിലെ ടേംസിനെയാണ് 0 ആക്കിയിട്ടുള്ളത്. സോ ഈ 1നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോളം 2 ആണ്, ഇത് കോളം 1, ഇത് 3. അപ്പോൾ കോളം 2 മൈനസ് കോളം 1 ചെയ്താൽ പോരെ. 1 - 1 അല്ലേ 0. അപ്പോൾ C2 - C1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആയിക്കോളും. ഇത് 0 ആണെങ്കിലോ 2 - 2 ഇൻറ്റു ഇത് വേണം. സോ C3 ചേഞ്ചസ് ടു C3 - 2C1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100 ആവും. അപ്പോൾ ഇത് 100 ആക്കാനുള്ള സ്റ്റെപ്പ് അടുത്തത് ചെയ്യാം. C2 ചേഞ്ചസ് ടു C2 - C1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആവും. C3 ചേഞ്ചസ് ടു C3 - 2C1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആവും. സോ നമ്മൾക്ക് ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ വരും? ആർക്ക് മാറ്റല്ല? C1ന് മാത്രം മാറ്റല്ല. സോ C2 നോക്കുമ്പോൾ 1 - 1 0, 2 - 1 1, -1 - 0 -1. C3 നോക്കുമ്പോൾ 2 - 2 0, 3 - 2 1, -1 0 -1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി കറസ്പോണ്ടിങ് എഫക്റ്റ് ഈ സൈഡിൽ അപ്ലൈ ചെയ്യുമല്ലോ. കാരണം ഈ ഒരു ചേഞ്ച് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എവിടെയും വേണം, ഈ ഒരു സൈഡിലും അപ്ലൈ ചെയ്യണം. ഈ ഒരു സൈഡിൽ നേരിട്ടിട്ട് രണ്ടെണ്ണത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ പോയിന്റ്. റോ ട്രാൻസ്ഫോർമേഷൻ മുഴുവൻ അപ്ലൈ ചെയ്യുന്നത് ആരിലാണ്? ഈ ആളിലാണ്. നമ്മുടെ ഈ ഒരു പി എന്നൊരു ഇതിൽ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം അപ്ലൈ ചെയ്യുന്ന ആളാണ്. ക്യൂ എന്നുള്ളതോ കോളം ട്രാൻസ്ഫോർമേഷൻ മാത്രം അപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താ? കോളം ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അത് ആരിലേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? ഈ സൈഡിൽ നിൽക്കുന്ന PAQ, എൻ്റെ പോസ്റ്റ്, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളായിട്ടുള്ള ഈ ക്യൂ ആവേണ്ട ഈ ആൾക്ക് മാത്രമേ കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത രണ്ടാളെയും ആരിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? ഈ ആളിൽ മാത്രം അപ്ലൈ ചെയ്യുക, ഇയാളെ വെറുതെ വിടുക. ഇവിടെ ഇയാൾ അതുപോലെ എഴുതി A ഇൻറ്റു ഇവിടെ C1ന് മാറ്റമൊന്നുമില്ല, C1 എഴുതി. C2 എന്താണ്? C2 - C1. സോ C2 - C1 ചെയ്യുമ്പോൾ 0 - 1 -1, 1 - 0 1, 0 - 0 0. അതുപോലെ C3 എന്താണ്? C3 - 2C1 ആണ്. സോ 0 - 2 -2, 0 - 0 0, 1 - 0 1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റിലെ സ്റ്റെപ്പ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഇതിലെ 100 ആയി. ഇനി എന്താക്കണം? നോർമൽ ഫോമിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. സോ ഇതിനെ നോക്കിയിട്ടല്ല നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കുന്നത്. ഈ എനെ നോക്കിയിട്ടാണ്. ഇതിനെ നോർമൽ ഫോം ആക്കണമെങ്കിൽ ഇനി ഈ 1 കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? 0 വരണം. ഇവിടെ 0 വരണമെങ്കിൽ ഇത് സെയിം കോളാണ്. അപ്പോൾ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? റോ ട്രാൻസ്ഫോർമേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. R2 - R1 ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് 0 ആവുക. അപ്പോൾ R2 - R1 ചെയ്യാം. ഇവിടെ എന്തേ മാറുള്ളൂ? R2 മാറുള്ളൂ. സോ നമ്മൾ R2 അല്ലാത്തതൊക്കെ എഴുതി. R2 - R1 ചെയ്യുമ്പോൾ 1 - 1 ഇവിടെ 0 കിട്ടി. 1 - 0 1 കിട്ടി. 1 - 0 1 കിട്ടി. അതുപോലെ ഈ സൈഡിൽ എന്തേ മാറുള്ളൂ? ഇത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് ആരെ ബാധിക്കുള്ളൂ? ഇയാളെ ബാധിക്കുള്ളൂ. സോ ഇയാൾ അതുപോലെ ഇറക്കി എഴുതുക. ഇയാൾക്കൊരു മാറ്റം വരുന്നില്ല, അത് റോ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട്. ഇയാളിൽ R2 മാത്രമേ മാറുന്നുള്ളൂ. R2 - R1. സോ 0 - 1 -1, 1 - 0 1, 0 - 0 0. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ആയി, കറസ്പോണ്ടിങ് കോളത്തിലൊക്കെ 0 ആയി, കറസ്പോണ്ടിങ് റോയിലൊക്കെ 0 ആയി. ഇനി അടുത്തത് എന്താ? ഇത് ആൾറെഡി 1 ആണ്. ഇത് 1 ആക്കണമായിരുന്നു, ഇത് 1 ആക്കണ്ട, ആൾറെഡി 1 ആണ്. സോ എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് റോയിലും കോളത്തിലൊക്കെ ബാക്കി ടേംസൊക്കെ 0 ആക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു 1നെ 0 ആക്കാം. ഈ ഒരു 1നെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് കോളം 3 ആണ്. കോളം 3 - കോളം 2 ചെയ്താൽ 1 - 1 0 ആയിക്കോളും. 0 - 0 0, 1 - 1 0, -1 - -1 എന്താവും? -1 + 1 0 ആവും. അതുപോലെ അത് ഈ സൈഡിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ തേർഡ് കോളത്തിന് മാറ്റം വരുമല്ലോ. ഇതിനൊരു മാറ്റം വരില്ല, കാരണം ഇത് റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം ബാധിക്കുന്ന ആളാണ്. സോ അതിന് അതുപോലെ ഇറക്കി എഴുതി.
ഇയാളുടെ ഈ C3 മാത്രമേ ഇനി മാറുള്ളൂ. C3 മാത്രമേ ചേഞ്ച് വെച്ചാൽ C3 - C2 -2 -1 -2 + 1 -1 0 -1 -1 1 -0 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് ആരെ 0 ആക്കണം? ഈ -1നെ 0 ആക്കണം. നിങ്ങൾ ചിന്തിക്കും ഇതിനെ ഇപ്പുറത്തേക്കാണ് എടുത്തിട്ട് ഇതിനെ 1 ആക്കിയാൽ പോരെ, ഇതിനെ 1 ആക്കിക്കൂടെ? നെറ്റിലാക്കാൻ നമുക്ക് ഇതിനെ കോളം വൈസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കോളം വൈസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ 1 കൂടി അതിൻ്റെ കൂടെ ഇപ്പുറത്തേക്ക് പോരും. സോ അത് പോസിബിൾ അല്ല. നമുക്ക് ഈ -1നെ 0 ആക്കാനേ പറ്റുള്ളൂ. ഈ -1നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത് സെയിം കോളാണ്. സോ റോ ട്രാൻസ്ഫോർമേഷനാണ് അപ്പോൾ ചെയ്യേണ്ടത്. R3 + R2 ചെയ്താൽ മതി. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടുത്തെ വായിച്ച് ഇതിനെ മുകളിൽ എഴുതി, കാരണം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കാത്തതുകൊണ്ട്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ വരുമ്പം ഇതിൽ R3 മാത്രമേ മാറുന്നുള്ളൂ. സോ ഞാൻ R3 മാത്രമേ എഴുതിയിട്ടില്ല. ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ ഇതിനെ മാത്രമേ ബാധിക്കുള്ളൂ. സോ ഞാൻ ഇതിനെ R3 മാത്രമേ എഴുതിയിട്ടില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഇത് അതുപോലെ എഴുതി. ഇനി ഇതിൻ്റെ R3 എന്ത് വരും? R3 + R2 അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? 0 + 0 0 -1 + 1 0 0 + 0 0. ഇവിടെ എന്ത് വരും? 0 + -1 -1 0 + 1 1 1 + 0 1. ഇത് 1 0 0 1. ബാക്കി നമ്മൾ പൈവോട്ടൽ മെത്തേഡ് സീപ്പായിട്ട് വെച്ചിട്ട് എൻറ്റയർലി കംപ്ലീറ്റ് 0 ആയതും കംപ്ലീറ്റ് കോളം ആയതിനും ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ കിട്ടിയത്? ഒരു I2 ആണ് കിട്ടിയത്. യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 നമുക്ക് കിട്ടിയത് I2 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റാങ്ക് എന്താണെന്ന് പറയാം? ഈ എൻ്റെ റാങ്ക് 2 ആണെന്ന് പറയാം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ റാങ്ക് കാണലല്ല, ഈ Pയും Qയും കാണലാണ്. നമ്മൾ ഈ ലാസ്റ്റ് I2 0 0 ഫോമിലെത്തിയിട്ട് ആരെ നമുക്ക് കിട്ടി? PAQ ആയിരിക്കില്ലേ ഇത്? I2 0 0 ആണെന്നുണ്ടെങ്കിൽ ഇത് PAQ ഫോമിലായിരിക്കും. ഇതായിരിക്കും P, ഇതായിരിക്കും Q. സോ P = എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് എഴുതുക, Q = പറഞ്ഞാൽ ഇതെടുത്ത് എഴുതുക. നമ്മുടെ ആൻസറായി. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇതിൽ നമ്മുടെ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 3/4 മെട്രിക്സ് ആണ്. 3 റോയും 4 കോളമുള്ള മെട്രിക്സ് ആണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ഏതൊരു ഫോമിലേക്കായിരിക്കും = എന്ന് പറഞ്ഞു? Pയും Qയും കാണൽ തന്നെയാണ് ഇവിടെയും ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിനെ ഏതൊരു ഫോമിലേക്കായിരിക്കും എഴുതേണ്ടത്? ഇതിനെ A = I3 × A I4 എഴുതാം. കാരണം എൻ്റെ കൂടെ ഏതൊരു യൂണിറ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് A തന്നെ കിട്ടുക. സോ നമുക്ക് ഇതിനെ അങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. എൻ്റെ കൂടെ ഒരു നമ്പർ 3 എഴുതുന്നതിന് പകരം 3 × 1 എഴുതുന്ന പോലെ ഈ മെട്രിക്സിൻ്റെ പുറത്തും ഇപ്പുറത്തും ഒരു × 1 ചെയ്യുന്ന അതേ എഫക്റ്റാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താലും വരുള്ളൂ. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഐഡൻറ്റിറ്റി മെട്രിക്സുകൾ എങ്ങനെയായിരിക്കണം? എൻ്റെ ഇപ്പുറത്ത് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ആളാണ്. സോ അവിടെ റോൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ്. എൻ്റെ അപ്പുറത്ത് I3 ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എൻ്റെ ഈ സൈഡിൽ പോസ്റ്റ് സൈഡിൽ എന്താണ്? നമ്പർ ഓഫ് കോളംസ്, കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ആളാണ്. സോ നമ്പർ ഓഫ് കോളംസ് നോക്കിയിട്ട് I4 ആണ് എൻ്റെ ഈ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ഇങ്ങനെ എഴുതാം. സോ ഇതാണ് നമ്മുടെ I3യും I4ഉം. നമുക്കറിയാം ഡയഗണലി 3 ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ 3 ആണ്, ഇതിൻ്റെ ഓർഡർ 4 ആണ്. ഡയഗണലി 4 എലമെൻറ്റ്സ്, രണ്ടും സ്ക്വയർ മെട്രിക്സുകളാണ്. നമ്മളിങ്ങനെ ഈ എനെ ഒന്ന് വ്യത്യാസപ്പെടുത്തി, എനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് I3 × A × I4 എന്ന ഫോമിൽ എഴുതി. നമുക്ക് ലാസ്റ്റ് PAQ ഫോമിലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ എനെ PAQ = IR 0 0 അല്ലേ? അതായത് ഈ സൈഡിൽ എനെ നോർമലൈസ് ചെയ്താൽ മതി, ഈ സൈഡിൽ Pയും Qയും തന്നെത്താനായിക്കോളും. സോ ഈ സൈഡിൽ നമുക്ക് എനെ നോർമലൈസ് ചെയ്യണം, എനെ ഒരു IR 0 0 ഫോമിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ 1 0 0 0 0 1 ഇതിനെ ഒരു യൂണിറ്റ് മെട്രിക്സ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ടേമിന് ഒന്നും ചെയ്യാനില്ല. ഇതിലെ കറസ്പോണ്ടിങ് റോസിലെ ബാക്കി എലമെൻറ്റ്സ് 0 ആവണം, കറസ്പോണ്ടിങ് കോളത്തിലെ ബാക്കി എലമെൻറ്റ്സും 0 ആവണം. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു 2നെയും 3നെയും 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 എങ്ങനെയാണ് 0 ആവുന്നത്? 2 - 2 ആണ്. ഇതാണ് സെയിം കോളാണ്. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് ഈ 1 ഉപയോഗിച്ചിട്ട് ഇതിനെ 0 ആക്കാൻ പറ്റുള്ളൂ. ഈ 1 ഉപയോഗിച്ച് ഇതിനെ 0 ആക്കണമെങ്കിൽ 2 - 1 × 2. അപ്പോൾ എന്താ? R2 changes to R2 - 2R1, R3 changes to R3 - 3R1. രണ്ടും ചെയ്താൽ ഇത് രണ്ടും 0 ആവും. ഈ R2 changes to R2 - 2R1 നമുക്ക് എങ്ങനെയും പറയാം? R21 - 2, അതായത് സെക്കൻഡ് റോ ചേഞ്ചസ് ടു ഫസ്റ്റ് റോഡിൻ്റെ കൂടെ ഒരു -2 മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? അതുപോലെ ഇതിനെങ്ങനെ പറയാം? R3 changes to R3 ഫസ്റ്റ് റോൻ്റെ കൂടെ -3 മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? അപ്പോൾ രണ്ടും ആഡ് ചെയ്യുന്ന എഫക്റ്റ് ഇതിനെ -2 -3 എന്ന് പറഞ്ഞ് എഴുതണം. ഇതിനെ 2 3 എന്ന് പറഞ്ഞ് എഴുതരുത്. കാരണം ഇവിടെ മൈനസ് ആണ്. ജസ്റ്റ് R21 പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്ലസ്സിങ് ആണ് ഉദ്ദേശിക്കുന്നത്. -2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ 0 ആക്കുന്നത്. -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് നമ്മൾ ഇതിനെ 0 ആക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ടെക്സ്റ്റിൽ അതിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ രണ്ട് നൊട്ടേഷനും സെയിം ആണ്. നിങ്ങൾ എക്സാമിന് ഏത് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി ഇവിടെ നമ്മൾ R2 ഉം R3 മാറ്റി കൊടുക്കണം. R2 ഉം R3 പിന്നെ ഇതാണ്
ഇതാണ് റോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സ്ഥലം. സോ നമ്മൾ അതിനെ മാത്രം വിട്ടാൽ മതി, കോളം ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. സോ അതതുപോലെ ഇറക്കി എഴുതി. R2 - 2R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 2 0, -2 -4 -6, 1 -6 -5, 3 -4 3 + 4 7. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ 3 യോട്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 - 3 0, 0 - 6 -6, 4 - 9 -5, 1 -6 1 + 6 7. ഇനി ഈ സൈഡിൽ എന്താ കറസ്പോണ്ടിംഗ്ലി വരിക? 0 - 2 -2, 1 - 0 1, 0 - 0 0. ഇവിടെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 0 - 3 -3, 0 - 0 0, 1 - 0 1. ഇനി എന്ത് ചെയ്യണം? ഈ കറസ്പോണ്ടിങ് റോയിലെ ബാക്കി ടേംസ് ഒക്കെ 0 ആക്കണം. സോ ഇതിന് നമ്മൾ സെയിം റോ ആണ് എന്ത് ഉപയോഗിക്കണം? കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കണം. സോ ഇതിനെയും 0 ആക്കാൻ ഇതിനെന്ത് ചെയ്താൽ മതി? C2 changes to C2 - 2C1, C3 changes to C3 - 3C1, C4 changes to C4 + 2C1. C2 - 2C1 ഇതിൽ ചെയ്താൽ എന്താ വരിക? 2 - 2 0, -6 - 0 -6, -6 - 0 -6. ഇവിടെ എന്താണ്? C3 - 3C1 ആണ്. 3 - 3 0, -5 - 0 -5, -5 - 0 -5. ഇവിടെ എന്ത് വരും? ഇവിടെ C4 + 2C1 ആണ്. -2 + 2 0, 7 + 0 7, 7 + 0 7. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഇതിലെങ്ങനെ വരിക? ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 0 - 2 -2, 1 - 0 1, 0 - 0 0, 0 - 0 0. C3 അപ്ലൈ ചെയ്യുമ്പോൾ 0 - 3 -3, 0 - 0 0, 1 - 0 1, 0 - 0 0. ഇവിടെ എന്ത് വരും? C4 + 2C1 എന്ത് കിട്ടും? 0 + 2 2, 0 + 0 0, 0 + 0 0, 1 + 0 1. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ എല്ലാ ടേമും 0 ആയി, 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലെ എല്ലാ ടേമും 0 ആയി. ഇനി ശരിക്കും നമ്മളെ മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ പൊസിഷൻ A22 പൊസിഷനിൽ നമ്മൾ 1 ആക്കണം. ഈ -6 കിടക്കുന്നിടത്ത് നമുക്ക് 1 ആക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ടെക്സ്റ്റിൽ അത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 റോസും നോക്കുമ്പോൾ അറിയാം, ഇവിടെ -6 ഇവിടെ -6, ഇവിടെ -5 ഇവിടെ -5, ഇവിടെ 7 ഇവിടെ 7. ഇപ്പം നമ്മൾ ഇതിനെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഇതിനൊരു -6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 3rd റോ 0 ആക്കൽ എളുപ്പമാണ്. ഈ 3rd റോയിൽ നിന്ന് 2nd റോ കുറച്ചാൽ പോരെ. -6 -6 എന്താവും? -6 + 6 0, -5 -5 + 5 0, 7 -7 0. അപ്പോൾ നമുക്ക് ഇപ്പം ഇത് എളുപ്പമാണ് 0 ആക്കാൻ. രണ്ടും ഒരേപോലെ ആയതുകൊണ്ടാട്ടോ ഇതെല്ലാതും ഒറ്റയടിക്ക് 0 ആക്കാൻ ഒറ്റ സ്റ്റെപ്പ് മതി. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതിനെ മറ്റേ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വെറും R32 എന്ന് എഴുതിയാൽ മതിയോ? പോരാ. കാരണം വെറും R32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3 + R2 എന്നാണ് അർത്ഥം. R3 - R2 എന്നാണെങ്കിൽ ഈ 2നെ ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് R3 - R2 ആവുന്നുള്ളൂ. വെറും R32 എന്ന് എഴുതിയാൽ R3 + R2 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ട് മാത്രം അതങ്ങനെ എഴുതിയതാണ്. ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ R3 മാത്രം ഇവിടെ വ്യത്യാസം വരുത്തണം, ഇവിടെയും R3 മാത്രം വ്യത്യാസം വരണം. ഇതാണ് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. കോളം ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ ഇറക്കി എഴുതി. ഇനി എങ്ങനെ വരിക? 0 - 0 0, -6 - -6, -6 + 6 0, -5 - -5, -5 + 5 7 - 7 0. ഇവിടെ എങ്ങനെ വരും? -3 -2, -3 + 2 -1, 0 - 1 -1, 1 - 0 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിനെ 1 ആക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യാട്ടോ, ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതിനെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ -6ന്റെ സ്ഥാനത്ത് 2nd പൊസിഷനിൽ നമുക്ക് യൂണിറ്റ് ആണ് 1 ആണ് കിട്ടേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ത്രൂ ഔട്ട് ഒരു -6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. റോ വൈസ് ഡിവൈഡ് ചെയ്യുന്നതാണോ കോളം വൈസ് ഡിവൈഡ് ചെയ്യുന്നതാണോ എളുപ്പം? ഇവിടെ റോ വൈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഫ്രാക്ഷൻ ആയി പോകും. കോളം വൈസ് ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം 0 ആണ് ഇപ്പുറം 0 ആണ്. ഇത് മാത്രമായിട്ട് നമുക്ക് -6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ കോളം വൈസ് ഒരു -6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. C2 ഡിവൈഡഡ് ബൈ -6 ചെയ്താൽ മതി. C2 changes to C2 into -1/6 ചെയ്താലേ ഇത് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് ഒരു -1/6 ആയിട്ട് ഈ ഒരു കോളത്തിനെ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. 0 ബൈ -6 0 തന്നെ, -6 ബൈ -6 1, 0 ബൈ -6 0.
പിന്നെ ഇവിടെ കോളം 2 എങ്ങനെ വരും? ഇതിനൊക്കെ ഒരു ത്രൂ ഔട്ട് ഒരു -6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. -2/-6 എന്തായി? +1/3 ആയി. 1/-6 എന്തായി? -1/6 ആയി. 0/6 0 0/6 0. അപ്പോൾ ഇവിടെ ഒരു 1/3 ഇവിടെ ഒരു -1/6 കിട്ടി. ഇപ്പോൾ ഇവിടെ 1 0 ആയി. ഇനി എന്ത് ചെയ്യണം? ഈ 1ന്റെ കറസ്പോണ്ടിങ് കോളത്തിലെ ടേം 0 ആണ്. ഈ 1ന്റെ കറസ്പോണ്ടിങ് റോയിലെ ബാക്കി ടേംസ് കൂടി 0 ആക്കണം. ഈ 5ഉം ഈ 7ഉം 0 ആവണമെന്നുണ്ടെങ്കിൽ ഇത് സെയിം റോയിലാണ്. നമ്മൾ റോ ട്രാൻസ്ഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, കോളം ട്രാൻസ്ഫർമേഷനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? C3 - 5C2 C4 - 7C2 അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും 0 ആവുള്ളൂ. കോളം ട്രാൻസ്ഫർമേഷൻ ചെയ്യുമ്പോൾ അത് ഇതിനെ ബാധിക്കില്ല. ആരെ ബാധിക്കുള്ളൂ? ഇതിനെ ബാധിക്കുള്ളൂ. സോ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? C3ഉം C4ഉം ഈ രണ്ട് സൈഡിലാണ് മാറുക. ഇതാണ് കോളം ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യാനുള്ള സൈഡ്. ഇത് റോ ട്രാൻസ്ഫർമേഷൻ ആണ്. സോ അത് അതുപോലെ എഴുതി. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 0 - 0 0 5 - 5 0 0 - 0 0 0 - 0 0 7 - 7 0 0 - 0 0. ഇവിടെ എങ്ങനെ വരും? ഇവിടുത്തെ വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം കേട്ടോ, കാരണം ഫ്രാക്ഷൻ ഉള്ളതാണ്, തെറ്റാണ്ടിരിക്കാൻ. ഇനി ഇതിലേതെങ്കിലും തന്നെ നിങ്ങൾക്കും ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ തെറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ എവിടെയെങ്കിലും എഴുതി നോക്കുക. എന്നിട്ട് അതിന് താഴെയായിട്ട് ഓരോന്ന് എഴുതി വെക്കുക. ഒരു മൈനസോ പ്ലസോ വാല്യൂ അങ്ങോട്ടോ ആയാൽ നമ്മുടെ ആൻസർ മുഴുവൻ തെറ്റും. സോ നമുക്ക് ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു സൈഡിൽ എഴുതി നോക്കാം. ആദ്യത്തെ എന്താ? -3 - 5 × 1/3 അതാണ് ആദ്യത്തേത്. 0 - 5 × -1/6. അപ്പോൾ 0 + 5 × 1/6 ആണ് അടുത്തത്. അപ്പോൾ ഈ ഫ്രാക്ഷനുള്ള രണ്ടെണ്ണം എഴുതി, മറ്റേത് രണ്ടും സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇതെന്ത് വരും? -3 - 5/3 -9 - 5 -14/3 വരും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിനെ ടെക്സ്റ്റിൽ -4/3 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ത് വരും? 5/6 എന്ന് വരും. 1 - 5 × 0 0 അല്ലേ? അപ്പോൾ 1, പിന്നെ 0 - 0 0. ഇനി ഇതുപോലെ C4 എന്ത് വരും? 2 - 7 × 1/3 ആണ് ഒന്ന്. അടുത്തത് എന്താ? 0 - 7 × -1/6. അപ്പോൾ എന്താവും? 0 പ്ലസ് ആവും. അപ്പോൾ 7 × 1/6 7/6 ആവും ആൻസർ. അപ്പോൾ ഇതെന്താ കിട്ടുക? 6 - 7. ഇതെന്താ കിട്ടുക? 7/6. ഇതെന്താ കിട്ടുക? ഇനി അടുത്തത് എന്താ? 0 - 0 0 1 - 0 1. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സൈഡ് കിട്ടുക. ഈ ആൻസറിലേക്ക് നോക്കൂ. ഇവിടെ ഒരു കംപ്ലീറ്റ് റോ 0 ആയിപ്പോയി, ഈ രണ്ട് കോളം കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? സ്വീപ്പ് ഔട്ട് പൈവോട്ടൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങോട്ട് കളഞ്ഞ് ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 അല്ലേ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എത്രയാണ്? 2 ആണ്. നമ്മുടെ റാങ്ക് അല്ല ചോദിച്ചത്, Pയും Q ആണ്. നമ്മൾ അങ്ങനെ ഒരു IR00 ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആരായിരിക്കും? PAQ ആയിരിക്കും. ഇത് നോർമൽ ഫോമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് Pൻ്റെയും Qൻ്റെയും ഫോമിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാരാണ്? P ആണ്. ഇതാരാണ്? Q ആണ്. ഇത് എന്തുകൊണ്ടോ ടെക്സ്റ്റിൽ -4/3 ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയും. എനിക്ക് -14/3 ആണ് കിട്ടിയത്. സോ ഇത് P, ഇത് Q എന്നാണ് കിട്ടി. ഇതോടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഒരുപാട് കൂടി പോകും. ഈ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ടെക്സ്റ്റിലുള്ള സോൾഡ് പ്രോബ്ലം ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്ലിമെൻ്ററി പ്രോബ്ലംസ് അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റിലുണ്ട്. ആ സപ്ലിമെൻ്ററി പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇനി അടുത്തുള്ള ടോപ്പിക്സ് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ആയാലും സ്വയം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ വന്നിട്ട് അതിൽ വന്ന ഡൗട്ട്സ് അങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ. വീഡിയോ വരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ കാത്തു നിൽക്കരുത്, അധികം സമയമില്ല. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.